ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തിരിച്ച് വന്നു കേട്ടോ. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ തന്നെ കിട്ടിപ്പോയി പനിയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ടാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം വോയിസിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാട്ടിലത്തെ വിശേഷങ്ങളും ഡൽഹിയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ വീഡിയോ ഇടുക. കുറച്ച് നാട്ടിലത്തെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ പോകുന്നത്. അപ്പം നാട്ടിലെന്ന് പറഞ്ഞാൽ നല്ല മാങ്ങേൻ്റെ സീസണാണല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ ഇഷ്ടംമാതിരി മാങ്ങയുണ്ട്, പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇഷ്ടംമാതിരി മാങ്ങയുണ്ട്. അപ്പോൾ എല്ലാവരും തരും കേട്ടോ. അപ്പോൾ ആ മാങ്ങയൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂടുതൽ സാധനമൊന്നും വേണ്ട, ഒരു 3 സാധനമുള്ളൂ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഞാനൊന്നും ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കാണിച്ചു തന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഞാനില്ലേ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അതൊരു 2 പകുതിയാക്കി എടുത്തിട്ട് കുറച്ച് ഞാൻ വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 3-4 അല്ല കേട്ടോ, ഒരു 5-6 മാങ്ങ ഉണ്ടാവും. അത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. ചെറിയ മാങ്ങയില്ല, അപ്പോൾ ഒരു 5-6 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ, എന്നാലേ കുറച്ചൊന്ന് പൾപ്പ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. ഈ മാങ്ങേൻ്റെ പൾപ്പും ഈ വിപ്പിംഗ് ക്രീമിലേക്ക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അപ്പോൾ തന്നെ കണ്ട അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ. അത് ഞാനൊരു കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് മിക്സ് ചെയ്തപ്പോൾ ഞാൻ മാങ്ങ മുറിച്ച സമയത്ത് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കഷ്ണവും പിന്നെ ഈ വിപ്പ് ചെയ്ത ക്രീമും കൂടെ മിക്സ് ചെയ്ത് ഞാനിങ്ങനെ ഒരു ബൗളിലാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പിന്നെ മഴ ഇടിയൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇടയ്ക്ക് കറണ്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അതൊന്നും ആയില്ലേന്ന് വെച്ചിട്ട് മോള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാവല്ല, നമ്മുടെ ക്രീം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഇതാ മാങ്ങേൻ്റെ കഷ്ണമൊക്കെ മുറിച്ചതും പിന്നെ വൈറ്റും പിന്നെ നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ആ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ലെയറായിട്ട് അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വൈറ്റ് ആക്കി കൊടുത്ത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ച് മാങ്ങേൻ്റെ പീസും ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ക്രീമൊക്കെ ഇട്ടിട്ട് ഞാനൊരു ലെയറാക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ എല്ലാം കൂടെ സെറ്റാക്കിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബൗളിൽ കൂടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ ഐസ്ക്രീം എല്ലാം ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി. അത് മാത്രമല്ല മോൾ ഇടയ്ക്കിടയ്ക്ക് ആയില്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പം പിന്നെ അങ്ങനെ സെറ്റാവാൻ കുറച്ചൊരു സമയം എടുക്കുമല്ലോ. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, പിറ്റേന്ന് രാവിലെ അപ്പം ക്ഷമയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അത് സെറ്റായോ പോയൊക്കെ അവസാനം സെറ്റായി, ഒരു 3/4 ഭാഗമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് എടുത്ത് നോക്കി. അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനതിങ്ങനെ എടുത്ത് നോക്കി കേട്ടോ. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്ക് കറണ്ട് പോയതിൻ്റെ അത് കാണാനുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് എല്ലാവർക്കും അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീം കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്നും ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ആ കറണ്ട് പോയതിൻ്റെ ഒരു ഇതാട്ടോ കാണുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല രസമുണ്ട് കേട്ടോ.